Dear students, welcome to Learner's World. In this video, I'm going to talk about Masan, Fundamentals of Film Studies, FUGP, Semester 5, BA English Language and Literature, Calcutta University. Summary of Masan. Masan is a Hindi social realist film directed by Neeraj Kayan and released in 2015. മസാൻ എന്ന് പറയുന്നത് 2015 റിലീസ് ചെയ്തിട്ടുള്ള നീരജ് കയാൻ സംവിധാനം ചെയ്ത ഒരു ഹിന്ദി സോഷ്യൽ റിയലിസ്റ്റ് മൂവിയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടംപററി ഇന്ത്യൻ ഫിലിംസ് ബിക്കോസ് ഇറ്റ് റിയലിസ്റ്റിക്കലി പോർട്രേസ് ദ പ്രോബ്ലംസ് ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇൻഇക്വാലിറ്റി, കറപ്ഷൻ, പോവർട്ടി ആൻഡ് സോഷ്യൽ സ്റ്റിഗ്മ. ഇത് കണ്ടംപററി ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് മസാൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ജാതി വിവേചനം, ലിംഗസമത്വം, അഴിമതി, ദാരിദ്ര്യം, സാമൂഹിക അപമാനം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്ന ഒരു മൂവിയാണിത്. ദ ഫിലിം ഈസ് സെറ്റ് ഇൻ ദ ഹോളി സിറ്റി ഓഫ് വാരണാസി, ലൈഫ് ആൻഡ് ഡെത്ത് എക്സിസ്റ്റ് സൈഡ് ബൈ സൈഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഗംഗ. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ തീരത്തുള്ള വിശുദ്ധ നഗരമായിട്ടുള്ള വാരണാസിയിലാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ജീവിതവും മരണവും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു ഹോളി പ്ലേസാണിത്. ദ ടൈറ്റിൽ മസാൻ മീൻസ് ക്രിമറ്റോറിയം, സിംബലൈസിങ് ബോത്ത് ഡെത്ത് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ന്യൂ ബിഗിനിങ്സ്. ഇതിൻ്റെ ടൈറ്റിൽ മസാൻ എന്ന് പറയുന്ന അതിൻ്റെ മീനിങ് ശ്മശാനം എന്നാണ്. ഇത് മരണത്തെയും അതോടൊപ്പം പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ ഫിലിം റിസീവ്ഡ് ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ അറ്റ് ദ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ആൻഡ് വൺ സെവറൽ പ്രസ്റ്റീജിയസ് അവാർഡ്. അപ്പോൾ ഈ ഒരു മൂവിക്ക് കാൻസ് ചലച്ചിത്രമേളയിലും ദേശീയ ചലച്ചിത്ര അവാർഡുകളിലും വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Through the lives of two ordinary people, Devi and Deepak, Neeraj Kayan present a powerful story about pain, hope and human resilience. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെ, ദേവിയുടെയും ദീപക്കിൻ്റെയും ജീവിതങ്ങളിലൂടെ വേദന, പ്രതീക്ഷ, മനുഷ്യൻ്റെ അതിജീവനശേഷി എന്നിവ സിനിമ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നു. ഇനി ഡയറക്ടറെ കുറിച്ച് നോക്കാം. നീരജ് കയാൻ. നീരജ് കയാൻ ബിഗാൻ ഹിസ് കരിയർ ആസ് എൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി. അപ്പോൾ അദ്ദേഹം ഹിന്ദി സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹി വർക്ക്ഡ് വിത്ത് റിനോൺ ഫിലിം മേക്കർ അനുരാഗ് കശ്യപ് ഓൺ ഫിലിംസ് ലൈക്ക് ഗാങ്സ് ഓഫ് വസിയപ്പൂർ ആൻഡ് അഗ്ലി. അതുപോലെ അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത ഗാങ്സ് ഓഫ് വസിയപ്പൂർ, അഗ്ലി എന്നീ സിനിമകളിൽ അദ്ദേഹം സഹസംവിധായകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു നീരജ് കയാൻ. ബിഫോർ ഡയറക്റ്റിംഗ് മസാൻ, ഹി മേഡ് ഷോർട്ട് ഫിലിം സച്ച് എസ് ഇൻഡിപെൻഡൻറ്റ് ഷോർ ആൻഡ് എപ്പിഫനി. മസാൻ എസ്റ്റാബ്ലിഷ്ഡ് ഹിം ആസ് വൺ ഓഫ് ദ ഇന്ത്യസ് ലീഡിംഗ് ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ്. പിന്നീട് അദ്ദേഹം ഇൻഡിപെൻഡൻസ്, ഷോർ, എപ്പിഫനി തുടങ്ങിയിട്ടുള്ള അസ്ത്രചിത്രങ്ങൾ സംവിധാനം ചെയ്തു. മസാൻ അദ്ദേഹത്തെ ഇന്ത്യയിലെ മികച്ച ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഹിസ് ഫിലിംസ് ഓഫൺ ഫോക്കസ് ഓൺ സോഷ്യൽ ഇഷ്യൂസ് സച്ച് ആസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇൻഇക്വാലിറ്റി, പോവർട്ടി ആൻഡ് ദ സ്ട്രഗിൾസ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഫോക്കസ് ചെയ്യുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജാതി വിവേചനം, ലിംഗസമത്വം, ദാരിദ്ര്യം, സമൂഹത്തിൻ്റെ അതിരുകളിൽ ജീവിക്കുന്നവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ള സാമൂഹിക വിഷയങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രധാന പ്രമേയമായിട്ട് വരുന്നത്. ദെൻ സിനിമ എന്താണെന്ന് നോക്കാം. ദ സ്റ്റോറി ഓഫ് മസാൻ ഫോളോസ് ടു പാരലൽ നെഗറ്റീവ്സ് ദാറ്റ് ഇവൻച്വലി മീറ്റ് അറ്റ് ദ എൻഡ്. അപ്പോൾ ഈ ഒരു മസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂവിയിൽ രണ്ട് വ്യത്യസ്ത കഥകളിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയുടെ അവസാനത്തിൽ ഈ രണ്ട് കഥകളും ഒന്നിക്കുന്നുണ്ട്. ഇതിൽ രണ്ട് സ്റ്റോറി ഉണ്ട്. The first story is about Devi Pathak, a young woman who becomes the victim of social judgment and police corruption. അപ്പോൾ ആദ്യ കഥ എന്ന് പറയുന്നത് ദേവി പാഥക് എന്ന യുവതിയെക്കുറിച്ചിട്ടാണ്. തൻ്റെ കാമുകനായിട്ടുള്ള പീയൂഷ് അഗർവാളിനൊപ്പം ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ പോലീസ് റെയ്ഡ് നടത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്.
She checks in a hotel with her boyfriend Piyush Agarwal, but the police suddenly raid the room. Unable to bear the shame, Piyush commits suicide. Inspector Mishra secretly records the incident and demands a large bribe from Devi's father, Vidyadhar Pathak, a retired Sanskrit teacher. അങ്ങനെ പോലീസ് റെയ്ഡിൻ്റെ അപമാനം കാരണം ദേവി പാതകിൻ്റെ കാമുകൻ പീയൂഷ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇൻസ്പെക്ടർ മിശ്ര ഈ സംഭവം രഹസ്യമായിട്ട് ചിത്രീകരിച്ച് ദേവിയുടെ അച്ഛനായിട്ടുള്ള വിദ്യാധർ പാതക്കിൽ നിന്ന് വലിയ തുക കൈക്കൂലിയായിട്ട് അവകാശപ്പെടുന്നുണ്ട്. The family struggles to arrange money while facing humiliation and public criticism. Although Devi has done nothing wrong, society blames only her because she is a woman. Despite this hardship, Devi remains strong and eventually decides to rebuild her life. അപ്പോൾ ദേവിയുടെ അച്ഛൻ വിദ്യാധർ പാതക്ക് ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു. അപ്പോൾ കുടുംബത്തെ ഈ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവി എന്ന് പറയുന്നത് യാതൊരു തെറ്റും ചെയ്യാതെ സമൂഹം കുറ്റപ്പെടുത്തുകയാണ്. അവളൊരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു വിമൺ ആയതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ എല്ലാ അപമാനങ്ങളും സഹിച്ചിട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട് ഈ ഒരു കഥയിൽ. ഇവിടെ നമുക്കൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ കഥ. ദ സെക്കൻഡ് സ്റ്റോറി സെൻറ്റേഴ്സ് ഓൺ ദീപക് കുമാർ, യങ് മാൻ ഫ്രം ദ ഡോം കമ്മ്യൂണിറ്റി എറ്റ് ദളിത് കാസ്റ്റ് ട്രഡീഷണലി എൻഗേജ്ഡ് ഇൻ ക്രിമേഷൻ വർക്ക്. രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ദീപക് കുമാർ എന്ന യുവാവിനെ കുറിച്ചിട്ടാണ്. ശവസംസ്കാര ജോലികൾ ചെയ്യുന്ന ഡോം ദളിത് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളാണ് ദീപക്. ദീപക് ഡ്രീംസ് ഓഫ് ബിക്കമിങ് ആൻ എൻജിനീയർ സോ ദാറ്റ് ഹി ക്യാൻ എസ്കേപ്പ് ഹിസ് ഹെറിഡിറ്ററി ഓക്യുപ്പേഷൻ. ദീപകിൻ്റെ സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ എൻജിനീയർ ആവണം എന്നായിരുന്നു. അവൻ്റെ പാരമ്പര്യ തൊഴിൽ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. പാരമ്പര്യ തൊഴിൽ ക്രിമേഷനായിരുന്നു, ശവസംസ്കാരമായിരുന്നു. അപ്പോൾ അത് ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ സ്വപ്നം. He falls in love with Shalu Gupta, an educated upper caste girl. ആയിരിക്കുന്ന സമയത്താണ് അവന് ശാലുഗുപ്ത എന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകുന്നു. Their relationship grows with affection and hope, but caste differences continues to exist beneath the surface. അങ്ങനെ അവരുടെ ബന്ധം സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയൊക്കെ വളരുന്നു. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ജാതി വ്യത്യാസം, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അവരുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. One day, Shalu jokingly mocks Deepak's traditional occupation, reminding him of the discrimination he has always faced. അങ്ങനെ ഒരിക്കലും ഷാലു മോശമായിട്ട് ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്. ദീപകിൻ്റെ പാരമ്പര്യ തൊഴിലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ദീപകിന് വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. Soon after, tragedy strikes when Shalu dies in a road accident. Deepak is devastated and is forced to perform her cremation as part of his family's profession. This becomes the most heartbreaking moment in the film. പിന്നീട് ഈ സിനിമയിലൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഷാലു ഒരു വാഹനാപകടത്തിൽ മരിക്കുന്നുണ്ട്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ കുടുംബത്തിൻ്റെ ജോലി ആണ് ക്രിമേഷൻ എന്നുള്ളത്. അത് ദീപകിന് സ്വന്തം പ്രണയിനിയുടെ ലവറിൻ്റെ ചിതക്ക് തീ കൊടുക്കേണ്ടി വരുന്ന ഒരു ഇൻസിഡൻറ്റ് ഈ സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗമായിരുന്നു എന്നാണ് പറയുന്നത്. Towards the end, Devi and Deepak, both carrying deep emotional pain, meet on a boat traveling towards Sangam, where the rivers Ganga and Yamuna meet. പിന്നീട് നമുക്ക് ഈ സിനിമയുടെ അവസാനത്തിൽ കാണാൻ കഴിയുന്നത് ദേവിയും ദീപക്കും സംഗമത്തിലേക്ക് പോകുന്ന ഒരു വള്ളത്തിൽ കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. Their meeting symbolizes healing, hope and the beginning of a new life after suffering. അതായത് ഇവർ രണ്ടുപേരും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ അനുഭവിച്ചവരാണ്. അവരുടെ ഈ കൂടിക്കാഴ്ച ഒരു പുതിയ പ്രതീക്ഷയുടെയും പുതിയ ജീവിതത്തിൻ്റെയും ഒക്കെ പ്രതീകമാണെന്നാണ് പറയുന്നത്. ഇനി സിനിമയുടെ മേജർ തീംസ് നോക്കാം. ദ സെൻട്രൽ തീം ഓഫ് മസാൻ ഈസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. Deepak's life shows how caste continues to determine a person's identity and opportunities even in modern India. Although he is educated and hardworking, society still judges him because of his birth.
അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ജാതി വിവേചനമാണ്. വിദ്യാഭ്യാസവും കഴിവൊക്കെ ഉണ്ടായിട്ടും ദീപക്കിനെ സമൂഹം അവൻ്റെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. ജാതി ഇന്നും മനുഷ്യരുടെ ജീവിതത്തെയും അവസരങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട് എന്ന് ഈ ഒരു സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദ ഫിലിം ഓൾസോ എക്സ്പ്ലോസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അടുത്തത് ഒരു തീമായിട്ട് വരുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്, ലിംഗസമത്വമാണ്. ദേവി ഈസ് അൺഫെയർലി ബ്ലെയിംഡ് ആൻഡ് ഹ്യൂമിലേറ്റഡ് ഫോർ എ പ്രൈവറ്റ് റിലേഷൻഷിപ്പ് വൈൽ സൊസൈറ്റി പ്ലേസസ് ഓൾ മോറൽ റെസ്പോൺസിബിലിറ്റി ഓൺ ദ വിമൻ. ത്രൂ ഹെർ സ്റ്റോറി ദ ഫിലിം ക്രിട്ടിസൈസസ് പാട്രിയാർക്കി ആൻഡ് മോറൽ പോളിസി. അപ്പോൾ ലിംഗസമത്വം ഒരു പ്രധാന പ്രമേയമാണ് ഈ സിനിമയുടെ. ദേവിയെ സമൂഹം അന്യായമായി കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ഒക്കെ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. ഒരേ സംഭവത്തിൽ സ്ത്രീയെ മാത്രം കുറ്റക്കാരിയാക്കുന്നു. ഈ ഒരു വിഷയം, ഈ ഒരു ലിംഗസമത്വം സമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പിനെയാണ് സിനിമ വിമർശിക്കുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് തീം ഈസ് കറപ്ഷൻ. അഴിമതിയാണ് വേറൊരു തീമായിട്ട് വരുന്നത്. ഇൻസ്പെക്ടർ മിശ്ര അബ്യൂസസ് ഹിസ് അതോറിറ്റി ബൈ ബ്ലാക്ക്മെയിലിംഗ് ദേവീസ് ഫാമിലി ഇൻസ്റ്റെഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദം. ദിസ് ഹൈലൈറ്റ്സ് ദ മിസ്യൂസ് ഓഫ് പവർ വിത്തിൻ ദ സൊസൈറ്റി, വിത്തിൻ ദ സിസ്റ്റം. അഴിമതിയും സിനിമ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ മിശ്ര തൻ്റെ അധികാരം ദുരുപയോഗം ചെയ്ത് ദേവിയുടെ കുടുംബത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അധികാരത്തിൻ്റെ ദുരുപയോഗവും നീതിന്യായ വ്യവസ്ഥയിലെ പ്രശ്നങ്ങളും ഇതിലൂടെ തുറന്നു കാണിക്കുന്നു. ദ ഫിലിം ഓൾസോ ഡീൽസ് വിത്ത് പോവർട്ടി, സോഷ്യൽ ഇൻഇക്വാലിറ്റി, ഗ്രീഫ്, ഹോപ്പ് ആൻഡ് റെസിലിയൻസ്. Both Devi and Deepak experience great personal loss, but neither gives up. They continue moving forward, showing that hope can survive even after immense suffering. അപ്പോൾ ഇതിൽ ഈ തീംസിന് പുറമെ ദാരിദ്ര്യം, സാമൂഹിക സമത്വം, പ്രതീക്ഷ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളായിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. വലിയ നഷ്ടങ്ങൾ നേരിട്ടിട്ടും ദേവിയും ദീപക്കും ജീവിതത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൂടെ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന സന്ദേശം സിനിമ നൽകുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സിനിമ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, മസാൻ is a deeply moving and realistic film that portrays the harsh realities of Indian society with great sensitivity. Through the stories of Devi and Deepak, Neeraj Kayan exposes caste discrimination, gender inequality, corruption and social injustice while also celebrating human courage and hope. മസാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളെ വളരെ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു മികച്ച സിനിമയാണ്. ഈ രണ്ട് കഥാപാത്രങ്ങളും ദേവിയുടെയും അതുപോലെ ദീപക്കിൻ്റെയും ജീവിതത്തിലൂടെ നീരജ് കയാൻ ജാതി വിവേചനം, ലിംഗസമത്വം, അഴിമതി എന്നിവ തുറന്നു കാണിക്കുന്നുണ്ട്. The setting of Varanasi and the symbolism of the crematorium and the river Ganga add emotion up to the narrative. The film ultimately teaches that although life is filled with pain and uncertainty, people can find the strength to heal, overcome suffering, and begin again. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വാരണാസിയിലാണ്. അതുപോലെ ഈ ഒരു സിനിമയിൽ ഒരു മെസ്സേജ് നൽകുന്നത്, അതായത് നമുക്കൊരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പെയിനൊക്കെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം എന്ന ഒരു മെസ്സേജ് കൂടെ നൽകുന്നുണ്ട്. The film ultimately teaches that although life is filled with pain and uncertainty, people can find strength to heal, overcome suffering, and begin again. Because of its powerful social message and realistic storytelling, Masan remains one of the finest examples of contemporary Indian cinema. അതായത് ജീവിതത്തിൽ വേദനയും ദുരിതവും ഒക്കെ ഉണ്ടായാലും മനുഷ്യന് വീണ്ടും ഉയർന്നു വരാൻ, പുതിയ തുടക്കം കുറിക്കാനും കഴിയുമെന്ന് മസാൻ ഈ ഒരു സിനിമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമകാലീന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സാമൂഹിക യാഥാർത്ഥ്യ ചിത്രങ്ങളിൽ ഒന്നായിട്ട് മസാൻ കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.